പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമനിസം ആൻഡ് ലോജിക്കിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ ബി ആണ്. 16-ാമത്തെ ചോദ്യം. വൈ ഡിഡ് നചികേത ക്വസ്റ്റ്യൻസ് ഹിസ് ഫാദർ? നചികേതസ് എന്തിനാണ് തൻ്റെ പിതാവിനെ ചോദ്യം ചെയ്തത്? ആൻസർ: പിതാവായ വാജസ്രവസ് യാഗത്തിന് ശേഷം പ്രായമായതും പാൽ തരാത്തതുമായ പശുക്കളെ ദാനം ചെയ്യുന്നത് കണ്ടപ്പോഴാണ് നചികേതസ് ചോദ്യം ചെയ്തത്. അർത്ഥശൂന്യമായ ഇത്തരം ദാനങ്ങൾ പിതാവിന് ഗുണം ചെയ്യില്ലെന്ന് അവൻ ഭയപ്പെട്ടു. 17-ാമത്തെ ചോദ്യം. വാട്ട് ഡസ് അഗാപ്പെ മീൻ? അഗാപ്പെ എന്നാൽ എന്താണ് അർത്ഥം? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ: ഗ്രീക്ക് പദമായ അഗാപ്പെ എന്നാൽ നിരുപാധികമായ സ്നേഹം, അൺകണ്ടീഷണൽ ലവ് എന്നാണ് അർത്ഥം. പ്രതിഫലം ആഗ്രഹിക്കാത്തതും ദൈവികവുമായ സ്നേഹത്തെ ഇത് സൂചിപ്പിക്കുന്നു. 18-ാമത്തെ ചോദ്യം. വാട്ട് ഈസ് കെനോസിസ്? എന്താണ് കെനോസിസ്? ആൻസർ: ഒരാൾ സ്വന്തം ഇഷ്ടങ്ങളെയും അഹന്തയെയും ഈഗോ പൂർണ്ണമായും ഉപേക്ഷിച്ച് മറ്റുള്ളവർക്കായി സ്വയം സമർപ്പിക്കുന്നതിനെയാണ് കെനോസിസ് എന്ന് വിളിക്കുന്നത്. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്വയം സമർപ്പണത്തെ സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. 19-ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് ബഷീർ ഒരു മനുഷ്യൻ? ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന കഥയിലെ പ്രധാന ലക്ഷ്യം, ശ്രദ്ധാകേന്ദ്രം എന്താണ്? ആൻസർ: മനുഷ്യത്വത്തിൻ്റെ മഹത്വമാണ് ഈ കഥയുടെ പ്രധാന വശം. പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു അപരിചിതനെ സഹായിക്കുന്ന ഒരു പോക്കറ്റടിക്കാരനിലൂടെ ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും നന്മയുടെ ഒരു അംശമുണ്ടെന്ന് ബഷീർ കാട്ടിത്തരുന്നു. 20-ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ഗാന്ധീസ് ഓൺലൈൻ എൻവയോൺമെൻ്റൽ എത്തിക്? ഗാന്ധിജിയുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു വരിയിലുള്ള തത്വം ഏതാണ്? ആൻസർ: ഭൂമി എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് നൽകുന്നുണ്ട്, എന്നാൽ ഒരാളുടെ പോലും ആർത്തിക്കുള്ളത് നൽകുന്നില്ല. ഇതാണ് ഗാന്ധിജിയുടെ പ്രശസ്തമായ പരിസ്ഥിതി തത്വം. 21-ാമത്തെ ചോദ്യം. ഹൗ ഡിഡ് ലോജിക് എമേർജ് ആസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി? യുക്തി എങ്ങനെയാണ് ഒരു പ്രത്യേക പഠന വിഭാഗമായി ഉയർന്നു വന്നത്? ആൻസർ: പ്രാചീന ഗ്രീസിലെ അരിസ്റ്റോട്ടലിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ലോജിക് ഒരു പ്രത്യയ ശാസ്ത്രമായി മാറിയത്. ചിന്തയുടെയും വാദങ്ങളുടെയും ഘടനയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങളാണ് ഇതിന് അടിത്തറയിട്ടത്. 22-ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ജനറൽ തിയറി ഓഫ് ഡിഡക്ഷൻ? ഒരു ജനറൽ തിയറി ഓഫ് ഡിഡക്ഷൻ്റെ രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ: ശരിയായ വാദങ്ങളെ, വാലിഡ് ആർഗ്യുമെൻറ്റ്സ്, തിരിച്ചറിയുന്നതിനായുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. തെറ്റായ വാദങ്ങളെ, ഇൻവാലിഡ് ആർഗ്യുമെൻറ്റ്സ്, വേർതിരിച്ചറിയുക എന്നിവയാണ് ഇതിൻ്റെ രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ. 23-ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂത്ത്സ് ആൻഡ് വാലിഡിറ്റി? സത്യവും ട്രൂത്ത്സ്, സാധുതയും വാലിഡിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആൻസർ: ഒരു വാക്യത്തിലെ വസ്തുതയാണ് സത്യം എന്ന് പറയുന്നത്, എന്നാൽ ഒരു വാദഗതിയുടെ യുക്തിപരമായ ഘടന ശരിയാണോ എന്ന് നോക്കുന്നതിനാണ് സാധുത അഥവാ വാലിഡിറ്റി എന്ന് വിളിക്കുന്നത്. 24-ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ ടു ക്രിറ്റേരിയ ബേസ്ഡ് ഓൺ വിച്ച് categorical prepositions are classified? ഏത് രണ്ട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാറ്റഗറിക്കൽ പ്രിപ്പോസിഷനുകളെ തരം തിരിച്ചിരിക്കുന്നത്? ആൻസർ: ക്വാളിറ്റി ഗുണം, അളവ് ക്വാണ്ടിറ്റി എന്നിവയാണ് ആ രണ്ട് മാനദണ്ഡങ്ങൾ. ഇപ്പോൾ ഗുണം, അളവ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് വാക്യങ്ങളെ അഫർമേറ്റീവ്, നെഗറ്റീവ് എന്നും യൂണിവേഴ്സൽ അഥവാ പർട്ടിക്കുലർ എന്നും തരംതിരിക്കുന്നത്. 25-ാമത്തെ ചോദ്യം. വാട്ട് ഡസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് ഇൻ പ്രിപ്പോസിഷൻ ഇൻഡിക്കേറ്റ്? ഒരു വാക്യത്തിലെ പദങ്ങളുടെ വിതരണം എന്താണ് സൂചിപ്പിക്കുന്നത്? ആൻസർ: ഒരു വാക്യത്തിലെ കർത്താവോ അല്ലെങ്കിൽ വിധേയമോ പ്രെഡിക്കേറ്റ് ആ വർഗത്തിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ഇത് സൂചിപ്പിക്കുന്നു. എല്ലാ അംഗങ്ങളെയും പരാമർശിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് വിളിക്കപ്പെടുന്നു.
ഇതിൻ്റെയൊക്കെ ആൻസർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ വരുന്നതായിരിക്കും. അവ ലഭിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.